കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും നശിപ്പിക്കുന്നതായി പരാതി. ആലപ്പുഴ നഗരസഭാ പരിധിയിലെ ഏൻപുരത്ത് UDF സ്ഥാനാർത്ഥി കെ.സി. വേണുഗോപാലിന്റെ ഫ്ലെക്സുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. സംഘർഷ സാധ്യത സൃഷ്ടിക്കാനാണ് ഇത്തരം പ്രകോപനങ്ങളെന്നും പോസ്റ്ററുകളും ഫ്ലക്സുകളും നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുല്ലയ്ക്കൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷോളി സിദ്ധകുമാർ ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകി. ഒമാനിൽ ബോട്ടപകടം, 2 മലയാളി കുട്ടികൾക്ക് ദാരുണാന്ത്യം. ഒമാനിലെ കസബിലുണ്ടായ ബോട്ടപകടത്തിൽ മലയാളികളായ 2 കുട്ടികൾ മരിച്ചു. കോഴിക്കോട് പുള്ളാവൂർ സ്വദേശികളായ കുടുംബം സഞ്ചരിച്ചിരുന്ന സ്പീഡ് ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. പുള്ളാലൂർ തച്ചൂർ താഴമ്പള്ളിൽ ലുഖ്മാനുൽ ഹക്കീം, മുഹിസിന ദമ്പതികളുടെ മക്കളായ 7 വയസ്സുകാരൻ ഹൈസം, 4 വയസ്സുകാരി ഹാമിസ് എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ നിന്ന് കുട്ടികളുടെ മാതാപിതാക്കൾ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ബോട്ടിങ്ങിനെത്തിയതായിരുന്നു കുടുംബം. വയോധിക രക്തം വാർന്ന് മരിച്ച നിലയിൽ, മൃതദേഹത്തിന് സമീപം മുളകുപൊടി വിതറിയ നിലയിൽ. ഇടുക്കി അടിമാലിയിൽ വയോധികയെ വീടിനുള്ളിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. അടിമാലി കുര്യൻസ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ശ്രീ ഭഗവതി വൈഷ്ണവ മഹാദേവ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന നെടുവേലി കിഴക്കതിൽ 70 വയസ്സുകാരി ഫാത്തിമ കാസിമാണ് കൊല്ലപ്പെട്ടത്. തലക്കടിയേറ്റ് രക്തം വാർന്ന നിലയിൽ മകനാണ് ഫാത്തിമയെ കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹത്തിന് സമീപം മുളകുപൊടി വിതറിയിട്ടുണ്ട്. കൊലപാതകമാണെന്നാണ് കുടുംബത്തിന്റെ സംശയം. ചിന്താ ജെറോമിന് നേരെ ആക്രമണം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമിനെ കാറുകൊണ്ട് ഇടിച്ചിടാൻ ശ്രമം. ചാനൽ ചർച്ച കഴിഞ്ഞ് പുറത്തു നടന്നു വന്ന ചിന്താ ജെറോമിനെയും അമ്മയെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാർ ഇടിപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ചിന്താ ജെറോമിനെ കൊല്ലം NS സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം തിരുമുല്ലാവാരത്ത് വെച്ചാണ് സംഭവം നടന്നത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിക്ക് നേരെ കല്ലേറ്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിക്ക് കല്ലേറിൽ പരിക്ക്. ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യാത്ര വിജയവാഡയിലൂടെ കടന്നുപോകുമ്പോഴാണ് കല്ലേറുണ്ടായത്. കല്ലേറിൽ മുഖ്യമന്ത്രിയുടെ ഇടത് പുരുകത്തിന് മുകളിൽ ആഴത്തിലുള്ള മുറിവേറ്റു. ജഗൻമോഹൻ റെഡ്ഡിക്ക് സമീപത്ത് നിന്നിരുന്ന MLA വെള്ളാമ്പള്ളിക്കും കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. മുഖ്യമന്ത്രി ജനക്കൂട്ടത്തിന് നേരെ കൈവീശി കാണിക്കുമ്പോഴായിരുന്നു കല്ലേറ്. തെറ്റാലി ഉപയോഗിച്ച് അജ്ഞാതർ കല്ലെറിയുകയായിരുന്നു. അപകടം നടന്ന ഉടൻ ബസ്സിനുള്ളിൽ കയറ്റി ഡോക്ടർമാർ ഇരുവർക്കും ചികിത്സ നൽകി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ജഗൻമോഹൻ റെഡ്ഡി യാത്ര പുനരാരംഭിച്ചു. ഇതേസമയം TDP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വിജയവാഡയിലെ YSRCP നേതാക്കൾ ആരോപിച്ചു.